ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ് സംസാരിക്കുന്നത്. മക്കളെ, നമ്മുടെ 9th CBSE പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇവരെല്ലാവർക്കും അറിയാം. അതേക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിരിക്കുന്ന സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു ഭാഗം അത് വിശദമായി തന്നെ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ആൻസേഴ്സ് എഴുതിക്കൊണ്ട് മികച്ച മാർക്കിലേക്ക് എത്താൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വളരെ നിർബന്ധമായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ആരും മടിക്കരുത്. സോ സെൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡെപ്ത് കൺസെപ്റ്റിലേക്ക് പോകുന്ന തരത്തിൽ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിൽ തീർച്ചയായിട്ടും മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ CBSE ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും സെല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. അപ്പോൾ ഈ സെല്ല് തന്നെയാണ് എന്ത് നമുക്ക് പറയാം, സെല്ലെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയാം. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലൈഫ് നമുക്ക് പറയാം. ശരിയല്ലേ? നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ യാതൊരുവിധ പുതുമയും അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും തന്നെ ഇവിടെ ഇല്ല. ഓൾറെഡി ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളും നിർമ്മിതമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സെല്ലുകൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ശരി, അതുകൊണ്ട് തന്നെയാണ് സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ജീവൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, എൻ്റെ ശരീരത്തിൽ ഇതുപോലെ കോടാനുകോടി സെല്ലുകളുണ്ട്. കോടാനുകോടി സെല്ലുകൾ കൊണ്ട് തന്നെയാണ് എന്നെ നിർമ്മിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ സെല്ലെന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഓർഗാനിസംസ്, നമുക്കറിയാം ജീവജാലങ്ങൾ, നമ്മുടെ ഭൂമുഖത്തുള്ള ജീവജാലങ്ങൾ അവരുടെ ബോഡിയിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന സെല്ലുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഓർഗാനിസങ്ങളെ, ജീവജാലങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവരുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സെല്ലുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവലോകം, നമ്മുടെ ഈ ഒരു ലിവിങ് വേൾഡിലെ ജീവജാലങ്ങളെ, ഓർഗാനിസങ്ങളെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒന്നാമത്തത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ യുണി എന്ന് പറയുന്ന വേർഡിൽ തന്നെ നമുക്കറിയാം, യുണി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ എന്താണ്? സിംഗിൾ എന്നുള്ളതാണ്. ഒറ്റ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു സെല്ല് മാത്രം ഉൾക്കൊള്ളുന്ന തരം ജീവികളെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ബാക്ടീരിയ വരുന്നുണ്ട്, പിന്നെ പാരമീസിയം വരുന്നുണ്ട്, യുഗ്ലീന വരും, ഈസ്റ്റ് വരും. ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇനി അവിടെ തന്നെ ഞാൻ വേറൊരു പോയിന്റ് കൂടി ഹൈലൈറ്റ് ചെയ്യട്ടെ. ഇവിടെ എക്സാമ്പിളിൽ ബാക്ടീരിയ, ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫംജൈ ആണെന്ന് കാര്യം ഓർത്ത് നോക്കുക. ഒരു ഫംഗസ് ആണ്. അദ്ദേഹം യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ്. സാധാരണഗതിയിൽ ഈ ഫംഗസുകൾ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്, ഫിലമെൻ്റസ് ഒക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈസ്റ്റ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംജൈ ആണ്. ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ?
അത്തരം ജീവികൾ നിർമ്മിച്ചിരിക്കുന്നത് മെനി സെൽസ്, ഒരുപാട് സെല്ലുകൾ കൊണ്ടാണ് അല്ലെ. മൾട്ടി എന്ന് പറയുമ്പോൾ മെനി, ഒരുപാട് എണ്ണം ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പം മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അവരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് സെല്ലുകൾ കൊണ്ടാണ് എന്നത് ക്ലിയർ ആണ്. അതിന് ഉദാഹരണം നമ്മൾ തന്നെ വലിയൊരു ഉദാഹരണമാണ് മനുഷ്യർ, പ്ലാന്റ്സ്, മറ്റു ആനിമൽസ്, ഇതൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ കേസിലേക്ക് തന്നെ നമ്മൾ വരുന്ന സാഹചര്യത്തിൽ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടുന്നത് കൊണ്ട് മനുഷ്യരിലേക്ക് തന്നെ വരാം. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടാനുകോടി സെല്ലുകൾ കൊണ്ടാണ്, ട്രില്യൺസ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ സെല്ലുകളെല്ലാം തന്നെ ഒരുപോലുള്ള സെല്ലുകളാണോ? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകൾ ഒരുപോലുള്ള സെല്ലുകൾ കൊണ്ടാണോ? അതിൻ്റെ ഉത്തരം അല്ല എന്ന് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ വ്യത്യസ്തമാണ്. ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ട്, അതൊരു ഫാക്റ്റാണ്. ഉദാഹരണം സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന നെർവസ് ടിഷ്യൂവിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന സെല്ല് ന്യൂറോൺ എന്ന് പറയുന്ന സെല്ലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരാം, അതിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് പറയുന്നു, നമ്മുടെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന സെല്ലെന്ന് പറയുന്നതാണ് ന്യൂറോൺ എന്ന് പറയുന്ന സെല്ല്. ന്യൂറോണിനെ തന്നെ നമുക്ക് നെർവ് സെല്ലെന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് സെല്ലാണ്. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്കിപ്പോൾ ഒരു മസിൽ അല്ലെങ്കിൽ മസ്കുലാർ സിസ്റ്റം, നമ്മുടെ ബോഡിയിലെ മസിൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മസിൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. അതിൽ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് മസിലുണ്ട്. ഇൻവോളണ്ടറി ആയിട്ടുള്ള, നമ്മുടെ കൺട്രോളില്ലാത്ത, നമ്മുടെ ഇൻറ്റേർണൽ ഗട്ട്സിലും മറ്റു ബ്ലഡ് വെസൽസിൻ്റെ അകത്തും ഒക്കെ, അതായത് ഇൻവോളണ്ടറി, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചലനങ്ങൾ, മൂവ്മെൻറ്റിന് കാരണമാവുന്ന മസിൽ സ്മൂത്ത് മസിലാണ്. പിന്നീട് കാണപ്പെടുന്ന മസിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹാർട്ടിൽ കാണപ്പെടുന്ന മസിൽ കാർഡിയാക് മസിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സെല്ലുകൾ കൊണ്ടാണ്. ഇപ്പോൾ സ്മൂത്ത് മസിൽ സെൽസ് ഉണ്ട്, കാർഡിയാക് മസിൽ സെൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കെലിറ്റൽ മസിൽ ഉണ്ട്. നമ്മുടെ ബോൺസുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന സിലിണ്ട്രിക്കൽ ആകൃതിയിൽ കാണുന്ന സ്കെലിറ്റൽ മസിൽ സെൽസ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മസിൽ സെൽസ് തന്നെ നമ്മുടെ ബോഡിയിലുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലൈൻ ചെയ്തുകൊണ്ട്, ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, കവർ ചെയ്തുകൊണ്ട്, ഡക്റ്റുകളെയൊക്കെ ലൈനിങ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെല്ലുകളുണ്ട്. അതിനെ നമുക്ക് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയാം. കവറിങ് ഒക്കെ ചെയ്യുന്ന സെൽസാണ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസിലേക്ക് വരുമ്പോൾ ബോൺസിൽ സെല്ലുകളുണ്ട്, ഓസ്റ്റിയോസൈറ്റ്സ്. അതുപോലെ തന്നെ കാർട്ടിലേജിൽ സെല്ലുകളുണ്ട്, മനസ്സിലാകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ആർ ബി സി റെഡ് ബ്ലഡ് സെൽ അത് ടൈപ്പ് ഓഫ് സെല്ലാണ്. റെഡ് ബ്ലഡ് സെൽ, എറിത്രോസൈറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം. റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. നമ്മുടെ ബ്ലഡിൽ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, ല്യൂക്കോസൈറ്റ്സ് എന്ന് നമ്മൾ പറയും, വൈറ്റ് ബ്ലഡ് സെൽസ്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, ത്രോംബോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇപ്പോൾ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സെല്ലുകളുണ്ട്, സ്പേം സെൽ, ഓവം. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ തന്നെ, ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ലുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്താണ് ഇത്രയും സെല്ലുകൾ, നമ്മുടെ ബോഡി ഇത്രയും കൈൻഡ്സ് ഓഫ് സെല്ലുകൾ വരാനുള്ള കാരണം? ഹ്യൂമൻ ബോഡി ആസ് സച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു കോംപ്ലക്സ് മെഷീനുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. വി ക്യാൻ കമ്പയർ ഹ്യൂമൻ ബോഡി വിത്ത് എ കോംപ്ലക്സ് മെഷീനറി. അത്രത്തോളം പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ്, ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ
ദഹന വിധേയമാവുന്നു, ഡൈജഷൻ സംഭവിക്കുന്നു ഭക്ഷണത്തിന്. ഡൈജഷൻ്റെ ഫലമായി സിമ്പിൾ ന്യൂട്രിയൻസിനെ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്തുകൊണ്ട് ആ സിമ്പിൾ ന്യൂട്രിയൻസ് സെല്ലിലേക്ക് പോയിക്കൊണ്ട് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ സിമ്പിൾ ന്യൂട്രിയൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് സെല്ലിൽ എനർജി റിലീസ് ചെയ്യുന്നു, റെസ്പിറേഷൻ എന്ന പ്രോസസ്സ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ന്യൂട്രിയൻസ് സെല്ലിലേക്ക് കൊണ്ടുകൊടുക്കുന്നതിന് വേണ്ടി ബ്ലഡ് സഹായിക്കുന്നു. ആ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹാർട്ട് പമ്പ് ചെയ്യണം, സർക്കുലേഷൻ. ഓരോ സെല്ലുകളും അതിൻ്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ശേഷം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വളരെ ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റിനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എക്സ്ക്രീഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ സങ്കീർണം, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്ന ഒരു മെഷീനറിക്ക് അല്ലെങ്കിൽ ഒരു ഫാക്ടറിക്ക് സമാനമായി തന്നെയാണ് ഹ്യൂമൻ ബോഡി നിലകൊള്ളുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ഓർഗനൈസേഷൻ, ചിട്ടയായ രീതിയിലുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതുതന്നെയാണ് നമുക്കിനി പഠിക്കാനുള്ള ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പ്രകാരം ഒരു ജീവി, ആ ജീവിയുടെ ഏറ്റവും അടിസ്ഥാനം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലുകൾ തന്നെയാണ്. യാതൊരു സംശയവുമില്ല, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഒരേ പോലുള്ള സെല്ലുകൾ, ഒരേ പോലുള്ളത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരേ ആകൃതിയിലും ഒരേ രീതിയിലുള്ള ഫങ്ഷൻസും, ഒരേ സ്ട്രക്ചറും ഒരേ ഫങ്ഷനും ഒരു കോമൺ ഒറിജിനുമുള്ള സെല്ലുകൾ അവ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. അല്ലാതെ നമുക്ക് വെറുതെ ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ ടിഷ്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് വന്നവരായിരിക്കും. ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ ടിഷ്യൂസ് ആണെന്ന് പഠിച്ചു വന്നിട്ടുണ്ടാവാം. എന്നാലും അവിടുത്തെ കണ്ടീഷൻസ് നിങ്ങൾ ഓർത്തു വെക്കുക. സിമിലർ ഫങ്ഷൻസ്, കോമൺ ഒറിജിൻ, അങ്ങനെയുള്ള സെല്ലുകൾ ഗ്രൂപ്പ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ടിഷ്യൂസ്. ഇനി ഒരുപാട് ടിഷ്യൂസ് കൂടിച്ചേർന്നുകൊണ്ടുണ്ടാവുന്നതാണ് ഓർഗൻസ്, അവയവം, ഓർഗൻ എന്ന് പറയുന്നത്. വ്യത്യസ്ത ഓർഗൻസ് കൂടിച്ചേർന്നുകൊണ്ട് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. വ്യത്യസ്തമായ ഓർഗൻ സിസ്റ്റംസ് ചേർന്നുകൊണ്ടാണ് ഓർഗാനിസംസ് ഉണ്ടാവുന്നത്. ഓർഗാനിസം പിന്നീട് അങ്ങോട്ട് പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, അങ്ങനെ പോകും. ഓക്കെ, ശരി, അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. ഇവിടെ ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ പറഞ്ഞു, റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് പറയാം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമായി നേസൽ പോർ, നേസൽ കാവിറ്റി, പിന്നെ ട്രക്കിയ, ലങ്സ്, ഇതൊക്കെ ഒരുമിച്ച് ബ്രീത്തിങ് അല്ലെങ്കിൽ വെന്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഇൻഹലേഷൻ, എക്സലേഷൻ, ആ പ്രോസസ്സ് നടത്താൻ സഹായിക്കുന്നു. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ റോൾ തന്നെ എന്താണ്? വെന്റിലേഷനാണ്, ബ്രീത്തിങ് ആണ്. ടേക്ക് ഇൻ എയർ, ഗീവ് ഔട്ട് എയർ, ഇൻഹലേഷൻ, എക്സലേഷൻ. അപ്പോൾ അതിന് വേണ്ടി ഓരോ സിസ്റ്റം, ഓരോ പാർട്സും കൃത്യമായി വർക്ക് ചെയ്യുന്നു. ഇനി മറ്റൊരു രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സാമ്പിൾ പറയുന്നു. ഇപ്പം സ്മൂത്ത് മസിൽ സെൽസിനെ ഞാൻ കൺസിഡർ സ്മൂത്ത് മസിൽ സെൽസ്. ഇതുപോലുള്ള മസിൽ സെല്ലുകൾ കൂടി ചേർന്ന് മസ്കുലാർ ടിഷ്യൂസ് ഉണ്ടായി. മസ്കുലാർ ടിഷ്യൂ സെല്ലുകൾ കൂടി ചേർന്ന് മസ്കുലാർ ടിഷ്യൂ ഉണ്ടായി. ഇനി ഇതുപോലെ മസ്കുലാർ ടിഷ്യൂവും നെർവസ് ടിഷ്യൂവും കണക്റ്റീവ് ടിഷ്യൂവും ഒരുപാട് വേറെ ടിഷ്യൂസൊക്കെ കൂടി ചേർന്ന് ഓർഗൻ ആയ, തൽക്കാലം ഞാനിപ്പോൾ പറയുന്ന ഓർഗൻ സ്റ്റൊമക്ക് എന്ന അവയവം ഓർഗൻ ഉണ്ടായി മാറി. സ്റ്റൊമക്ക് കൂടാതെ ഈസോഫാഗസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം ആൻഡ് മറ്റെല്ലാ ഓർഗൻസും ഇൻക്ലൂഡിങ് നമ്മുടെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എല്ലാം കൂടി ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റമായ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിട്ട് മാറി. ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം കൂടാതെ റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്ന് ഒരു ജീവി അഥവാ ഓർഗാനിസംസ് ആയിട്ട് മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെയാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ജീവിക്കകത്ത് നടക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളെ വളരെ ചിട്ടയോടുകൂടി തന്നെ, വളരെ കൃത്യതയാർന്ന രീതിയിൽ, വളരെ അക്യുറേറ്റ് ആയിട്ട് തന്നെ
ഡിവിഷൻ ഓഫ് ലേബർ. അതൊരു വലിയ ജോലിയെ ഒരാളുകൾ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഡൈജഷൻ ഈസ് ഡൺ ബൈ എക്സിക്യൂട്ടഡ് ബൈ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേഷൻ ഈസ് ഡൺ ബൈ റെസ്പിറേറ്ററി സിസ്റ്റം, വെന്റിലേഷൻ ഈസ് ഡൺ ബൈ റെസ്പിറേറ്ററി സിസ്റ്റം, waste removal is done by excretory system. So we have got a proper pattern or proper order, sequential order, and this order is maintained throughout the life. So അതാണ് ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും നിർമ്മിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ്. ആ സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂസ്, ദെൻ ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്ഡ് യു എ ലോട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. ഇതുപോലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മുടെ 9th CBSE ഓൺലൈൻ ട്യൂഷൻ ബാച്ച്, സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ നിഞ്ച ബാച്ചിൽ ക്ലാസ്സുകൾ നടന്നു പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വളരെ വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ സ്ട്രക്ചേർഡായിട്ട് മുന്നോട്ട് പോകുന്ന ബാച്ചാണ് നിഞ്ച ബാച്ച്. ഒരുപാട് മക്കൾ ഇതിനോടകം തന്നെ എൻറോൾ ചെയ്ത് ബാച്ചിൽ ആരെങ്കിലും എൻറോൾ ചെയ്യാൻ ബാക്കിയായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് താഴെ കാണുന്ന സ്ക്രോളിൽ പാസ് ചെയ്യുന്ന നമ്പർ അതിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ആരും മടിക്കരുത്. മറ്റൊരു സത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെയും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.